PR വന്ന് കാണും. ഹലോ, PR എന്ന് പറയുന്ന ഇയാളാണ് പാടത്ത് കോലം കുത്തി വെച്ച പോലെ ഉണ്ടല്ലോ. ബാനർജി സ്ട്രൈറ്റ് ആയിട്ട് പോയിന്റിലേക്ക് വരാം. PR വേണം. കൊടുത്തേക്ക്. നമുക്കെന്തിനാ ഈ ഫോട്ടോ? ഫോട്ടോ അല്ല, ഇവരെ വേണം. എവിടെ ഉണ്ടെന്ന് പറ, പൊക്കിക്കൊണ്ടുവരാം. അതത്ര ഈസി അല്ല. PR ഗാങ്ങിൽ നിന്നും പിരിഞ്ഞുപോയി സെപ്പറേറ്റ് ഗാങ് ഉണ്ടാക്കി നമ്മുടെ 20 ആളുകളെ കൊന്നു. അനിയൻ ഇപ്പോഴും ഡ്രഗ്സിലായിരിക്കും. PR ആൾക്കാർക്ക് എല്ലാവർക്കും അവനെ അറിയാം. സെക്യൂരിറ്റി വളരെ ടൈറ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളെ അയക്കുന്നത്. വർക്കേഴ്സ് എന്ന് പറഞ്ഞ എൻ്റർ അയക്കോ. PR അവനെ ജീവനോടെ വേണം. ബൈജു അമ്മയുടെ കയ്യിലായി. ഇവരെ വിട്ടേക്ക്, നീങ്ങി പോരെ.
ഏയ്, എന്നെ കൊന്നിട്ട് നിന്റെ അണ്ണനെ നമ്പർ 1 ആക്കാൻ നീ പ്ലാൻ ഇട്ടിരിക്കാറില്ലടാ. കൊക്കൈൻ വലിച്ചു കിട്ടുന്ന പോലെ ഈസി ആണെന്ന് വിചാരിച്ചോ? സെപ്പറേറ്റ് ഗാങ് ഉണ്ടാക്കാൻ നടക്കുന്നു. നീ കാരണമാ നിന്റെ അണ്ണൻ നെകളിക്കുന്നത്. ഇപ്പൊ നീ എന്റെ കാൽ കീഴി കിടക്കുമ്പോ അവന്റെ നെകളിപ്പ് എന്താണെന്ന് ഞാനൊന്ന് അറിയട്ടെ. ഫോൺ ഇവന്റെ അണ്ണനാ? ഒരു മിനിറ്റ്. ഇവനെ എപ്പോഴാ പിടിച്ചോണ്ട് വന്നേ? ഇവന് വേണ്ടി ഇനിയും നാട്ടിൽ നിന്ന് വരണ്ടേ? അതുകൊണ്ടാ ഇവനെയും കൊണ്ടുവന്നു. ഫോണിൽ എന്തിനാ? ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ചോ. നിന്റെ സ്പീഡ് എനിക്ക് ഇഷ്ടപ്പെട്ടടാ. നിന്റെ പേരെന്താന്നാ പറഞ്ഞ? ക്രാന്തി. ഗുഡ്. ഹാങ്വാങ്ങിൽ വന്ന് എന്റെ ഗ്യാങ്ങിൽ ചേർന്ന് പെണ്ണുങ്ങളെ സപ്ലൈ ചെയ്തോന്നല്ലടാ. ഇപ്പൊ മിനിസ്റ്റർ ലെവലില് ബ്രോക്കറുമായി. നീ പെണ്ണുങ്ങളെ അയക്കുന്ന പോലെ അത്ര ഈസി ആണെന്ന് വിചാരിച്ചോടാ PR-നെ അയക്കുന്നത്. നീ ഞങ്ങളെ ജീവനോട് വിടില്ലെന്ന് എനിക്കറിയാം. അത് പ്ലാൻ ചെയ്തതും എക്സിക്യൂട്ട് ചെയ്തതും ഞാനാ. എന്നെ കൊന്നേക്ക്. കൊച്ചു പയ്യനാ എന്റെ അനിയൻ. ഒന്നും അറിയാത്ത ഇവൻ ജീവിച്ചു പോട്ടെ. എന്റെ അനിയനോടും പക കാട്ടുന്ന എന്തിനാ? പക നിന്നോട് മാത്രമല്ലേ. നിന്നെ പെട്ടെന്ന് കൊന്നാൽ എന്റെ പക എങ്ങനെ തീരും? പെട്ടെന്ന് ചത്തുപോകില്ലേ? എന്തിനാണ് PR-നോട് പക കാണിച്ചേ? എന്നെ അവൻ കൊന്നില്ലേ? ഇങ്ങനെയാ പക തീർക്കുന്നത്. എന്റെ അനിയനെ കൊന്നത് PR ആണെന്ന് ജീവിതകാലം മുഴുവൻ നീ ഓർത്തോർത്ത് നരകിക്കണം. എന്തൊരു വാടയാ ഇവിടെ. PR-ന്റെ റേഞ്ച് കണ്ടിട്ട് എത്ര അടിച്ചിട്ടും കിക്കാവുന്നില്ല. ആസ്തി എത്ര ഉണ്ടാവും? 1000 കോടി. 1000 കോടി. അണ്ണൻ കേരളത്തിലേക്ക് വരുവാണ? എന്തിനാടാ? എന്റെ 2ാം കല്യാണം ഏകദേശം റെഡി ആയിരിക്കുക. എന്തിനാടാ കല്യാണം? ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട് ജീവിച്ച പോരെ. ഐ സ്വീറ്റ് ഹാർട്ട്. ഇവനെ എവിടുന്ന് തപ്പിയടാ? ഞാനാ തപ്പിയെടുത്തോണ്ട് വന്നത്. എന്റെ സ്റ്റൈലിൽ 2 days ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അനാഥനാണ്. ഇത്തിരി മുൻകോപമുണ്ട്. അത് ശരിയാക്കി എടുക്കാം. ജസ്റ്റ് എ മിനിറ്റ്. ഹായ് മച്ചു, എനിക്കിഷ്ടായടാ. യു നോ, നിന്റെ പ്രായത്തിൽ ഞാനും ഇങ്ങനെ ആയിരുന്നു. എന്ത് വേണം നിനക്ക്? പെണ്ണ്, പണം, എനിത്തിങ് ഇൻ ദിസ്. അയ്യോ, ഞാൻ അഡ്വാൻസ് കൊടുത്താ വിളിച്ചോണ്ട് വന്നത്. അണ്ണൻ പറഞ്ഞത് കേട്ടില്ലടാ. ചോദിച്ചോ? കമാൺ, എന്ത് വേണേലും ചോദിക്കേ. എന്താടാ ചേറാ? ചെയറല്ല, ആ പൊസിഷൻ വേണം. ഡേയ്, ബ്രാൻഡിയുടെ കിക്ക? ബ്രാൻഡ് ഇല്ലാതെ തന്നെ കിക്ക് ഉണ്ടാവും. ഏത് ഫീൽഡിലായാലും ടോപ്പ് പൊസിഷനിലേക്ക് വരണം. എൻ്റെ ഫീൽഡിലെ ടോപ്പ് പൊസിഷൻ ആ സീറ്റ്. അതാരും തന്നാൽ ഞാൻ വാങ്ങില്ല. ഞാൻ തന്നെ നേടിയെടുക്കും അത്. ആരാടാ നിന്റെ ഇൻസ്പിറേഷൻ? നല്ല ചോദ്യമാണ്. ഒരുത്തനെയും കണ്ട് ഇൻസ്പയർ ആവാറില്ല. എനിക്ക് ഇൻസ്പിറേഷൻ ഞാൻ തന്നെ. ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമായി. 1 week എൻജോയ് ചെയ്. ഞാൻ നാളെ തന്നെ പോകും. പിള്ളേർ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. പിള്ളേരാരാ?
അതൊരു അനാഥ ബറ്റാലിയനാണ്. എല്ലാം പുലികളാ. ഇവൻ പൊക്കോട്ടണ. നാളെ പെണ്ണു വീട്ടിൽ നിന്ന് കാണാൻ വരുന്ന ദിവസാ. ഐ ലവ് യു ഡാ.